നമസ്കാരം. സെലസ്റ്റിയൽ GKയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് കേരളത്തിലെ വനങ്ങളെ കുറിച്ചാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനം. ഉത്തരം ഉഷ്ണമേഖല നിത്യഹരിത വനം. കേരളത്തിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വനം. ഉത്തരം ചോലവനങ്ങൾ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം. ഉത്തരം 15ാം സ്ഥാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല. ഉത്തരം ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല. ഉത്തരം വയനാട്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല. ഉത്തരം ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം. ഉത്തരം വിയ്യാപുരം, ഹരിപ്പാട്. ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല. ഉത്തരം ആലപ്പുഴ. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1887. കേരള വനനിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1961. കേരള വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1980. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1986. കേരളം വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം. ഉത്തരം 1998. കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം. ഉത്തരം 36. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം. ഉത്തരം 1975. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഉത്തരം പീച്ചി, തൃശൂർ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം കോട്ടയം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഉത്തരം വഴുതക്കാട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ റിസർവ് വനമേഖല. ഉത്തരം കോന്നി, പത്തനംതിട്ട. കേരളത്തിൽ വനവിസ്തൃതി കൂടിയ ഫോറസ്റ്റ് ഡിവിഷൻ. ഉത്തരം റാന്നി, പത്തനംതിട്ട. വനവിസ്തൃതി കുറഞ്ഞ ഫോറസ്റ്റ് ഡിവിഷൻ. ഉത്തരം ആറളം, കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല. ഉത്തരം കണ്ണൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം. ഉത്തരം പശ്ചിമ ബംഗാൾ. കണ്ടലിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം കല്ലേൻ പൊക്കുടൻ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത്. ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഉത്തരം ഇരവിക്കുളം ദേശീയോദ്യാനം. ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ഉത്തരം ദേവികുളം താലൂക്ക്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഉത്തരം ഇരവിക്കുളം. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി. ഉത്തരം വരയാട്. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം. ഉത്തരം വരയാട്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഉത്തരം ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഉത്തരം പാമ്പാടും ചോല. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നത്. ഉത്തരം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. ഉത്തരം സൈലന്റ് വാലി. കേരളത്തിലെ ഏക നിത്യഹരിത വനം. ഉത്തരം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം. ഉത്തരം സൈലന്റ് വാലി. ചീവീടുകളില്ലാത്ത കേരളത്തിലെ ദേശീയോദ്യാനം. ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ഉത്തരം മണ്ണാർക്കാട്. സൈലന്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ. ഉത്തരം റോബർട്ട് വൈറ്റ്, 1847. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നതിനുള്ള കാരണം. ഉത്തരം വെടിപ്ലാവുകളുടെ സാന്നിധ്യം. കേരളത്തിലെ ആന സങ്കേതങ്ങൾ. പെരിയാർ, ആനമുടി, വയനാട്, നിലമ്പൂർ. സംസ്ഥാന മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമം. ഉത്തരം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആന പരിശീലന കേന്ദ്രമായ കോടനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല.
ഉത്തരം എറണാകുളം. കോട്ടൂർ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. സഹ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന ജീവി ഉത്തരം ആന. കല്ലാനകൾ കാണപ്പെടുന്ന വനമേഖല ഉത്തരം അഗസ്ത്യാർകൂടം തിരുവനന്തപുരം. നാട്ടാനകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ആനക്കൂട് ആരംഭിച്ചതെവിടെ? ഉത്തരം കോന്നി പത്തനംതിട്ട 1941. പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം 1992. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്